ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കുളത്തിൽ നിന്നും നാടൻ മീനുകളെ പിടിക്കുന്നതിൻ്റെ വിശേഷങ്ങൾ കാണാനാണ്. കൂട്ടുകാരുമൊത്ത് ഒരു ചെറിയ കുളം ഞങ്ങൾ വറ്റിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ്. മീൻപിടുത്തം ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അന്നേരം നമുക്ക് നേരെ വീഡിയോയിലെ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾ ഈ കാണുന്ന കുളത്തിൽ നിന്നാണ് മീൻ പിടിക്കാൻ പോകുന്നത്. പായലെല്ലാം വാരി അടുപ്പിച്ചിട്ടുണ്ട്. ഇനി മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് വേണം നമുക്ക് വെള്ളം വറ്റിക്കാൻ. അതിൻ്റെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ കുളത്തിൽ നിന്നും ഈ മോട്ടർ വഴി വെള്ളം അടിച്ചു പറ്റിച്ചതിന് ശേഷമാണ് മീൻപിടുത്തം തുടങ്ങുന്നത്. ഒരു സൈഡിൽ മീനെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. വലയും മറ്റും കൈകൊണ്ടും ഒക്കെയാണ്. നല്ല ചേറായതിനാൽ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നേരം ഈ വലയൊക്കെ ഉപയോഗിച്ചാണ് അവർ മീൻപിടുത്തം തുടങ്ങിയിട്ടുള്ളത്. നല്ല വെയിലുള്ള ഒരു അന്തരീക്ഷമാണ്. പൊതുവേ വെള്ളമൊക്കെ കുറഞ്ഞ് പറ്റി വന്ന സാഹചര്യത്തിലാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഈ കുളം പിടിക്കാത്തതിനാൽ നല്ല ചേറിറങ്ങി കിടക്കുകയാണ്. മറ്റ് വൃത്തിയാക്കലുകളൊന്നും ഇല്ലാത്തതാണ്. എന്നാലും നല്ല വെള്ളമാണ്. പ്ലാസ്റ്റിക് മറ്റുള്ള വേസ്റ്റുകളൊന്നും ഈ കുളത്തിലില്ല. നല്ല മീനൊക്കെ നല്ല മീനാണ് കിടക്കുന്നത്. മറ്റ് വേസ്റ്റുകളൊന്നും കൊണ്ടിടാനുള്ള മാർഗ്ഗമില്ലാത്തതിനാൽ നല്ല രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. ഓരോ മീനെയൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. വരാലും പിന്നെ അതേപോലെ തന്നെ ചാങ്കണ്ണി എന്നൊക്കെ പറഞ്ഞ മീനാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അനാബസ്, കരട്ടിയുണ്ട്. നമ്മുടെ ഇവിടെ കരട്ടിയിൽ നിന്നാണ്. കൂട്ടുകാരെല്ലാം എത്തിയിട്ടുണ്ട് മീൻപിടുത്തം കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് 5-6 പേര് കുളത്തിലിറങ്ങി മീൻ പിടിക്കുന്നുണ്ട്. ഒരാൾ മോട്ടറിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പം നല്ല മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്ര കണ്ട് മീനുള്ള ഒരു കുളമല്ല, നോർമലായിട്ടുള്ള ഒരു കുളമാണ്. അണ്ണാ ഒന്ന് കാണിച്ചേട്ടാ. ഇട്ടോ നല്ല ഹെവി ഒരു വരാലാണ് ഇത്. നല്ല സൈസുള്ള 1 കിലോയ്ക്ക് മുകളിലുള്ള ഒരു വരാല്. ഇച്ചിരി കൂടെ ഫ്രണ്ടില് ആണണ്ണ. അതെന്തുകൊണ്ട് ആ വെള്ള ഒരു മീനെ ഒന്ന് എടുത്തേ. അതെന്തത്? ചാങ്കണ്ണി. ഇതോ? ചാങ്കണ്ണി. അത് ചാങ്കണ്ണിയെ കണ്ട. കിട്ടുന്ന മീനുകളെയൊക്കെ ഈ ബക്കറ്റിലേക്ക് കൊണ്ടുവന്നാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആണ്ട് അവിടെ കേറിയില്ല. നല്ല ചെളിയുള്ള കുളമായതുകൊണ്ട് മീൻപിടുത്തം ഭയങ്കര പാടാണ്. നല്ല രീതിയിൽ മുങ്ങി തപ്പി അടിയിൽ പോയി തപ്പി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മീനെ കിട്ടൂ. അതായത് ഒരാളുടെ പകുതിയോളം ചെളി കയറി നിറഞ്ഞിരിക്കുന്ന ഒരു കുളമാണിത്. അതായത് അടുത്ത് മരങ്ങളും വൃക്ഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ശിഖരങ്ങളിൽ നിന്ന് ഇലയൊക്കെ വീണ് ഇങ്ങനെ ചെളിയായി മാറി കിടക്കുകയാണ്. എവിടെയാ അരുണ? എവിടാ? അത് വേണ്ട. ഇഞ്ഞു കൊണ്ടുപോകണം.
ഇതാ ഇങ്ങോട്ട് ഇതുവഴി പോകണ്ട, ഇതുവഴി പോ. ഓമയാണല്ലോ എന്തോ ഓട്ട പോടാ. ചെറുത് കൊണ്ടുപോയി. ഇതെന്നാ കാണിച്ചേ? കുഴപ്പമില്ലാത്തൊരു വില. അത് ഹെവി കരട്ടിയേ ആണുണ്ട്, 2 കരട്ടിയുണ്ട്. വെള്ളം ഒഴുകി പോകുന്ന ഭാഗത്തു നിന്നൊക്കെ മീനെ കഴിക്കാനായിട്ട് കൊക്കുകളൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻപിടുത്തം ഇന്ന് സമാപിച്ചിരിക്കുകയാണ്. അങ്ങനെ വലുതായിട്ടൊന്നും കിട്ടിയില്ല, കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ട്. അതിന് ഈ ബോക്സിലോട്ട് മാറ്റുന്നത് കൂടെ കണ്ടിട്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആ പാലത്തിൻ്റെ അടി പിടിച്ചായിരുന്നോ? പാലത്തിൻ്റെ അടിയിലൊക്കെ ഒന്നും പിടിക്കാനില്ല. ഇതാണോ വലിയ വരാല്? അല്ലല്ലോ, ആകെ ചത്തോളൂ. ഓ ഇനിയൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ കൊണ്ടുവന്ന് നേരെ അത് വറക്കുക എന്നുള്ള കാര്യമേ ഉള്ളൂ. കുളം പിടിച്ചിട്ട് നമുക്കില്ലാത്തൊരു ഗതികടായി. അത് ഒരെണ്ണം ഉണ്ടല്ലേ വലിയ വരാല, വാഹ വരാല. ഒരു അയിത്ത ആദ്യമായിട്ട് ചൂണ്ടിട്ട് പിടിച്ചതായിരുന്നു, ഒരു എമണ്ടം വാഹ. ഇല്ലയോ കണ്ണം വെട്ടി വലിയ കറിക്കുള്ളേ ഉള്ളു. ഇത്രയും പേർക്ക് മെനക്കെട്ടതിൽ നഷ്ടമാണ്. 2 പേർക്കാന്നേ ലാഭമായിരുന്നു. ഓക്സിജൻ ഇല്ല. ഇതിനെ പിന്നെ നമുക്ക് വരാന്ന് പറയാം. ബാക്കി എല്ലാം പോയി. ജോഡി അല്ല, ഇത് 2 ഒരു പനിയായി. ഇതേപോലെ ഒരു സാധനം ഇവിടെ കാണണമായിരുന്നു. ആ 2 ചൂണ്ടിട്ട് കൊണ്ടുപോയി. അതെ ഉണ്ട്. അത് വിനോദം പിടിച്ചു. എല്ലാം കൂടെ ഒരു 4 കിലോ മീനാണ്. ഇപ്പോൾ ഇന്ന് നമ്മുടെ നാടൻ മീൻപിടുത്തം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോക്ക് വരുന്നവരേക്കും എല്ലാവർക്കും വണക്കം. എടുത്തിട്ടുണ്ടോ?